സ്ഥലം മാത്രം വിട്ടുകൊടുത്താൽ മതി. അവർ ചെയ്തോളാന്ന് പറഞ്ഞു. അതെ, പക്ഷേ കോർപ്പറേഷൻകാർ സ്ഥലം വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഞാൻ തമ്പാനൂരാണ് നിൽക്കുന്നത്. പുതിയ നഗരസഭ അധികാരത്തിലേക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് ആൾക്കാരെല്ലാം റോഡ് മുറിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് മുറിച്ച് കടക്കുന്ന ഒരു വലിയ റിസ്ക്കാണ്. അപ്പം പേഷ്യൻസൊക്കെ ഒരുപാട് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു നല്ല രീതിക്കുള്ള ഒരു മേൽപ്പാലം ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റോഡിൻ്റെ മേളിൽ കൂടെ ഒരു പാലം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ട് ഒരു പുതിയ പാലം വരണമെന്നാണ് ഒരു അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ. കാരണം ഈ പുതിയ ഗവൺമെൻറ്, പുതിയ നഗരസഭ ഇവിടെ വരികയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ റോഡ് പ്രായമുള്ളവരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നതല്ലേ. അപ്പോൾ എന്തുകൊണ്ടൊരു പാലം വേണം, അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം വരുന്നതോട് യോജിക്കുന്നുണ്ടോ? പുതിയൊരു മേൽപ്പാലം വരണമെന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ആ ബുദ്ധിമുട്ട് എല്ലാവരും ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിന്റെ പ്രശ്നം കോർപ്പറേഷൻകാർ സമ്മതിക്കില്ല. റെയിൽവേ അവരുടെ സ്വന്തം പണം മുടക്കി അവിടെ നിന്ന് പാലം പണിതോടാന്ന് പറഞ്ഞു. നമ്മുടെ ഡിവിഷണൽ റെയിൽവേ മാനേജരെ കണ്ട് സംസാരിച്ചപ്പോൾ അതേ പറഞ്ഞു, സ്ഥലം മാത്രം വിട്ടുകൊടുത്താൽ മതി. അവർ ചെയ്തോളാന്ന് പറഞ്ഞു. അതെ, പക്ഷേ കോർപ്പറേഷൻകാർ സ്ഥലം വിട്ടുകൊടുക്കില്ല. അത് എതിർത്തത് നമ്മുടെ ഓട്ടോറിക്ഷക്കാരാണ്. എന്തൊരു ബുദ്ധിമുട്ടാണെന്നിരിക്കും. ആ കവേണ ഏരിയയും അതിനോട് ചേർന്ന് ഒരു മേൽപ്പാലവും വേണമെന്ന് നമ്മൾ ഒരു 25-30 വർഷം മുമ്പ് ആവശ്യപ്പെട്ട് ഫണ്ട് അനുവദിക്കുകയും ചെയ്യാം. അതന്നെ, പെർമിഷൻ മാത്രം എടുത്താൽ മതിയായിരുന്നു കോർപ്പറേഷൻ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രായമായവര് എന്തൊരു പാടാന്ന് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട്. അത് തന്നെ, അതവിടെ ചെറിയ ലിഫ്റ്റിലൂടെ അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ എസ്കലേറ്റർ സംവിധാനം തന്നെ വേണം. നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് പ്രയോജനപ്പെടുള്ളൂ. ഇത്രയോ വർഷങ്ങളായിട്ട് എനിക്കതൊരു 30 വർഷത്തിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഞാൻ ഈ റെയിൽവേ ജോലിയായിരുന്നു. അപ്പം അന്നേരം എനിക്ക് ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും. ഞാൻ തന്നെ പലപ്പോഴും ആൾക്കാരെ കടത്തി വിടാനായിട്ട് നോക്കുന്നുണ്ട്, പോലീസ് ഇല്ലാത്തപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ യൂണിയൻ്റെ ലെവലിൽ മീറ്റിംഗ് വെച്ചിട്ട് അദ്ദേഹത്തെ കണ്ട് എല്ലാം സമ്മതിച്ചാണ് ഇവർ ഉഴപ്പിക്കണം. അന്ന് വെച്ചാൽ ഈ ട്രേഡ് യൂണിയൻ ഓട്ടോറിക്ഷക്കാർക്ക് പാർക്കിങ്ങിന് ഇവിടെ വേണം പറഞ്ഞിട്ട് അവരത് ഉഴപ്പിക്കണം. അല്ലെങ്കിൽ എത്രയോ സൗകര്യമായിട്ട് വരേണ്ട. പക്ഷേ മറ്റുള്ള ജില്ലകളിലേക്കാളും നമുക്ക് തിരക്ക് കൂടുതലാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. കാരണം മേജറായിട്ടുള്ള ഹോസ്പിറ്റലുകളും അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട്. അപ്പോൾ അതിനെ ആശ്രയിച്ച് ഒരുപാട് പേര് ദൂരെ നിന്ന് യാത്ര ചെയ്ത് ടയേർഡായി ഇവിടെ വരുമ്പം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ കണ്ടു. ഇന്നും ഇന്നലെയല്ല കാണാൻ ഒരുപാട് നാളായി. അപ്പൊ ഇനി പുതിയൊരു ഭരണം നിലവിൽ വന്നതായിട്ട് അവരെങ്കിലും മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അത് ആവശ്യത്തിന് ആൾക്കാർക്ക് ഉതകുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് തന്നെ, ഇതും കൂടെ ചേർത്ത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. റോഡിൽ വാഹന തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ നല്ല ഒരു ലാൻഡിങ് കൊടുത്തിട്ട് നേരെ ഇക്കരോട്ട് കടന്നു എല്ലാ സൗകര്യവും. അത് തന്നെ, കുറച്ച് ആൾക്കാരുടെ ജോലിയും ഒഴിവാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടി ക്രോസ് ചെയ്യാനൊക്കെ നിൽക്കുന്നതും ബുദ്ധിമുട്ടാണ്. ഒന്നും തടസ്സപ്പെടുത്തില്ല. അത് തന്നെ, ഒരുപാട് പേര് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വാഹനം വരുന്നതും അവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പം അതിന് ഒരു പരിഹാരം എന്തായാലും കാണണം. ഞാനിവിടെ വന്നപ്പോൾ ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടും ഒരു എസ്കലേറ്റർ സംവിധാനത്തോടു കൂടിയുള്ള ഒരു മേൽപ്പാലം ഇവിടെ ആവശ്യമാണ്. ഈ സ്പോട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. ഉപയോഗിക്കാൻ പാകമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല അത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് നമുക്കത് വേണ്ടിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ ഒരുപാട് പേർക്ക് അവിടെ ഗുണം ചെയ്യും. ഇതിൻ്റെ ഭരണാധികാരികൾ പുതിയ ഭരണത്തിൽ വരുന്നവരായാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടും എല്ലാ ആൾക്കാർക്കും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവർക്കെല്ലാം പേടി കൂടാതെ റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു സംവിധാനം നഗരസഭയായാലും ഈ ഗവൺമെൻറ് ആയാലും ഒരുക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം ഈ മേൽപ്പാലം വേണമെന്ന് തന്നെയാണ്. ഈ വിഷ്വൽസൊക്കെ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ട് ഒരു മേൽപ്പാലം ഇവിടെ ആവശ്യമാണെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മേൽപ്പാലം ഇവിടെ സാധ്യമാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.